പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനുവേണ്ടി ഞാൻ 700 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു വലിയ സവാള, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ പൊട്ടാറ്റോ. ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പും ബിരിയാണി മസാലയും ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് എടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. സവാള ഈ ഒരു രീതിയിൽ വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കൂടെ പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഈ ഒരു രീതിയിൽ വാടി വരുമ്പം തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിലൊന്ന് മൂടി വയ്ക്കുക. തുറന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കുക. തക്കാളിയൊക്കെ നല്ല വാടുന്ന വരെ അടച്ചു വെക്കണേ. ഇതിപ്പോൾ നല്ല രീതിയിൽ സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാലയിലേക്ക് ചിക്കന് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി പോലെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
ഈ കറി കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. കറി തിളച്ചു തുടങ്ങിയാൽ നമ്മൾ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ നേരത്തെ ചേർത്താൽ ഉടഞ്ഞു പോവും. വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 15 മിനിറ്റ് ചെറിയ തീയിൽ ചിക്കൻ അങ്ങനെ കിടന്ന് വേവട്ടെ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.